ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC മുഖ്യ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ടു 24. കെ മുരളീധരന്റെ തോൽവിക്കു കാരണം മുതിർന്ന നേതാക്കൾ മനഃപൂർവ്വം വരുത്തിയ വീഴ്ചയെന്ന റിപ്പോർട്ടിൽ പരാമർശം. കഴിഞ്ഞ ഓഗസ്റ്റിൽ കൈമാറിയ റിപ്പോർട്ടിൽ KPCC ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. അതേസമയം മാധ്യമങ്ങളിൽ വന്നതല്ല യഥാർത്ഥ റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കരുവന്നൂർ ബാങ്ക് വിവാദത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സുരേഷ് ഗോപിക്ക് അവസരം ഒരുക്കി. മണ്ഡലത്തിൽ 75,000-ലധികം വോട്ടുകൾ BJP ചേർത്തത് തിരിച്ചറിയാനോ തടയാനോ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല. ഇനി മത്സരത്തിനില്ലെന്ന സിറ്റിംഗ് MPയുടെ പ്രഖ്യാപനം സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി വളർത്തി. ഇങ്ങനെ വീഴ്ചകൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞാണ് തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട്. വ്യക്തികൾക്കെതിരെ കടുത്ത ആരോപണങ്ങളും ശുപാർശകളും അടക്കം 30 പേജുകളിലായാണ് റിപ്പോർട്ട്. തോൽവിക്ക് കാരണക്കാരായ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞാണ് പരാമർശം. പുറത്തുവന്നത് യഥാർത്ഥ റിപ്പോർട്ടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. സംഘടനാപരമായി KPCCക്കാണ് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. റിപ്പോർട്ട് പുറത്തായതിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളാണ് KPCC പുറത്തുവിടാത്ത റിപ്പോർട്ട് പരസ്യമായതിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തോൽവിക്ക് പിന്നാലെ രാജിവെച്ച തൃശൂർ DCC പ്രസിഡന്റിന്റെ ഒഴിവിലേക്ക് 4 ദിവസത്തിനകം പുതിയ നിയമനമുണ്ടാകുമെന്ന് ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. 24 തൃശൂർ. അതേസമയം തൃശൂരിലെ തോൽവിയിൽ KPCC അന്വേഷണ റിപ്പോർട്ട് എന്ന പേരിൽ പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച റിപ്പോർട്ടാണെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ്. വ്യാജ റിപ്പോർട്ട് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവർ തന്നെ എന്ന് വേണം കരുതാൻ. യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നും KC ജോസഫ് പറഞ്ഞു. കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അതൊരു ഫേക്ക് റിപ്പോർട്ടാണ്. ആരോ കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും മാധ്യമങ്ങൾ ചോർത്തി കൊടുത്തായിരിക്കുമല്ലോ. ചോർത്തി കൊടുത്ത് പറയാൻ പറ്റില്ല, ഉണ്ടായി കൊടുത്തതാണത്, ചോർത്തിയതല്ല. അപ്പം എന്തുകൊണ്ട് ഈ വാർത്ത ഇങ്ങനെ വന്നു, ആരാണ് പുറകിലുള്ളതെന്ന് പാർട്ടി അന്വേഷിക്കും, പാർട്ടി നടപടി സ്വീകരിക്കും. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഇത് വ്യാജ റിപ്പോർട്ടാണ്. യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ. അതിനുശേഷം KC ജോസഫ് പറയുന്നത് ആരെങ്കിലും ചോർത്തിക്കൊടുത്തതായിരിക്കും. പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുന്നു, ചോർത്തിയതല്ല, വ്യാജമായിരിക്കാമെന്ന്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് നമ്മൾ നൽകിയ വിവരങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വം ആകെ തള്ളുകയാണ്. പക്ഷേ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടാനോ അതിന്മേൽ എന്തെങ്കിലും നടപടി എടുക്കുന്ന കാര്യത്തിലോ നേതാക്കൾ അഭിപ്രായം പറയുന്നുമില്ല. എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെയൊക്കെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? വിജയകുമാർ, നമ്മൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചെറുതായൊന്നുമല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പൂർണ്ണമായും അത് തള്ളുകയാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഉറച്ചു പറയുന്നു, റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, ഇത് നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു. കുറച്ച് പിന്നിലേക്ക് പോയാൽ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ മുരളീധരൻ തൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞതാണ്. അന്ന് മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ തന്നെയാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശങ്ങളായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളാണ് നിലവിൽ KPCC പുറത്തുവിടാത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരസ്യമാവാൻ കാരണം എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ആരോപണം. ജില്ലാ നേതാക്കൾക്കെതിരെ തന്നെയാണ് രൂക്ഷമായ വിമർശനം ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് പുറത്തു വന്ന സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 4 ദിവസത്തിനുള്ളിൽ നിലവിൽ ഈ തോൽവിയുമൊക്കെയായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചിരുന്നു. ആ സ്ഥാനത്തേക്ക് 4 ദിവസത്തിനുള്ളിൽ പുതിയൊരാളെ നിയമിക്കും എന്നുള്ളതാണ് AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ DCC അധ്യക്ഷൻ സ്ഥാനത്തേക്ക്
ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ള നേതാക്കളുടെ പേരുകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് എന്നുള്ളതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും എന്താണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? ഈ തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും എല്ലാം വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തൃശ്ശൂരിലുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ, പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. ആരാണ് പാർട്ടിയിൽ നിന്ന് ചോർത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് KC ജോസഫ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പരാതിയും നൽകിയിട്ടുണ്ട്. ജീവന് പോലും അപകടം ഉണ്ടാക്കുന്ന വാർത്ത എന്നുള്ളതാണ് പരാതിയിൽ ഒരു കോൺഗ്രസ് നേതാവ് പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധിയൊക്കെ ഈ റിപ്പോർട്ടുമായി ചൊല്ലി കോൺഗ്രസിൽ ഉടലെടുത്തിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 6-7 മാസങ്ങൾക്ക് മുൻപ് KPCC നേതൃത്വത്തിന് അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടാണ്. അതിന്മേൽ നടപടി എടുത്തിട്ടില്ല. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണെന്നാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അന്വേഷണ സമിതിയിലുള്ള KC ജോസഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടുമോ? ആ ചോദ്യം പാർട്ടി അതിനുത്തരം പറയും എന്ന് നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ ഘടകകക്ഷികൾക്കിടയിൽ അതൃപ്തി പുകയുന്നതിനിടെ LDF നേതൃയോഗം വിളിക്കാൻ ധാരണ. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ അറിവോടെ മന്ത്രി MB രാജേഷ് അഴിമതി നടത്തിയെന്നാണ് VD സതീശന്റെ ആരോപണം. മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിൽ ഇടതുമുന്നണിയിലെ CPI, RJD എന്നീ പാർട്ടികൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. വിഷയം മുന്നണി നേതൃത്വത്തെ അറിയിക്കാൻ CPI തയ്യാറെടുക്കുന്നു. മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയത് മുന്നണി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാനാണ് RJDയുടെ തീരുമാനം. ഈ പശ്ചാത്തലത്തിലാണ് LDF യോഗം വിളിക്കാൻ ധാരണയായിരിക്കുന്നത്. കൺവീനർ TP രാമകൃഷ്ണനുമായി നടത്തിയ ചർച്ചയിൽ CPM ജില്ലാ സമ്മേളന തിരക്ക് കഴിഞ്ഞാൽ യോഗം ചേരാമെന്ന് മുഖ്യമന്ത്രി സമ്മതം മൂളി. ഈ മാസം 11-ന് ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കൂ. അത് കഴിഞ്ഞ് യോഗം ചേരാനാണ് നേതൃതലത്തിലെ ധാരണ. 8-ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ മുന്നണി യോഗത്തിന്റെ തീയതി നിശ്ചയിച്ചേക്കും. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരായ പ്രക്ഷോഭമാകും പ്രധാന അജണ്ടയെങ്കിലും ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അറിയിച്ചു. ഇതിനിടെ എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തി. മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയെന്നതാണ് പുതിയ ആരോപണം. മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം IOCയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തതെന്ന്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും IOCയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വന്നു. ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റി എഴുതി. കമ്പനി എക്സൈസ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എക്സൈസ് മന്ത്രിയായിട്ട് അതിന് ഇടനിലക്കാരുണ്ട്. 24 തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നത് കോട്ടയത്തുണ്ടായ ഒരു ദാരുണ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്ത് പെട്ടിക്കടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. അക്രമിയുടെ ചവിട്ടേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. പ്രതി ജിബിനെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി 12 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലുള്ള പെട്ടിക്കടയിൽ ഒരു വാക്കുതർക്കമുണ്ടായി. ഈ സമയം അവിടെ എത്തിയ ശ്യാം പ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. പ്രശ്നത്തിൽ ഇടപെട്ടതോടെ അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞു. ഇടയ്ക്ക് നിലത്ത് വീണ പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചിൽ പ്രതി പലതവണ ചവിട്ടി. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പെട്രോളിംഗ് സംഘം ജിബിനെ ഓടിച്ചിട്ട് പിടികൂടി. ഇയാളെ പിടികൂടി മടങ്ങിയെത്തുമ്പോഴാണ് ശ്യാമിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പെരുമ്പായിക്കാട് സ്വദേശിയായ ജിബിൻ ജോർജ്. ശ്യാമപ്രസാദിന് ഭാര്യയും 3 മക്കളുമുണ്ട്. കൊലപാതക കുറ്റം ചുമത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടു നൽകുന്ന മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. കണ്ണൂരിൽ നിന്നൊരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. കണ്ണൂർ ചെറുകുന്നിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. മൊട്ടമ്മൽ മിത്തല വീട്ടിൽ ബാലകൃഷ്ണനാണ് മരിച്ചത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ, അതിദാരുണമായ ദൃശ്യങ്ങളാണ്. അത് ഇതാ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സജോ, ഇത് ഈ സ്വകാര്യ ബസ് അമിത വേഗത്തിലാണോ എത്തിയത്? ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെ തോന്നുന്നു. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. മൊട്ടമ്മൽ മീത്തല വീട്ടിൽ ബാലകൃഷ്ണൻ എന്നയാൾ അദ്ദേഹം തൊഴിൽ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ്
റോഡ് മുറിച്ച് കടന്നത്. റോഡ് മുറിച്ച് കടക്കുന്നതിലും പിഴവുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ വാഹനം ഈ ബസ് സ്വകാര്യ ബസ്സാണ്. സ്വകാര്യ ബസ് അമിത വേഗതയിലാണ് എത്തിയത്. വാഹനം നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. ബാലകൃഷ്ണനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പാതയിൽ നാട്ടുകാർ പക്ഷെ ഉന്നയിക്കുന്ന ഒരു പരാതി, ഈ മേഖലയിലടക്കം തുടർച്ചയായും സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ കാൽനട യാത്രക്കാരും റോഡ് മുറിച്ച് കടക്കുമ്പോഴടക്കം പാലിക്കേണ്ട ജാഗ്രത ഉണ്ടാവണം എന്നടക്കം പോലീസ് പറയുന്നുണ്ട്. പക്ഷെ നാട്ടുകാർ പറയുന്നത് ഈ ബസ്സുകൾ അത് കാൽനട യാത്രക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങളെ പരിഗണിക്കാതെ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങേയറ്റം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, അങ്ങേയറ്റം ദാരുണമായ അപകടമാണ്. പിന്നീട് നാട്ടുകാർക്ക് ഓടിക്കൂടിയും അദ്ദേഹത്തെ വളരെ വേഗത്തിൽ സമീപത്തെ ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. കാരണം അത്രയും വലിയ ആഘാതം ഈ അപകടത്തിൽ തന്നെ നമുക്ക് കാണാം. തെറിച്ച് റോഡിന്റെ മറുഭാഗത്തേക്ക് തെറിച്ചു പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങേയറ്റം ദാരുണമായ അപകടം. മൊട്ടമ്മൽ മീത്തല വീട്ടിൽ ബാലകൃഷ്ണനാണ് മരിച്ചത്. അപകടത്തിന്റെ ഒരു ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിൽ ഈ ഭാഗത്തുകൂടി നിരന്തരം സർവീസ് നടത്തുന്നുണ്ട് എന്ന നാട്ടുകാരുടെ പരാതിയുണ്ട്. ഒപ്പം ഈ റോഡ് മുറിച്ചു കിടക്കുന്നതിൽ കാൽനടയാത്രക്കാരെന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത അതുകൂടി ഈ വലിയ അപകടം നമ്മളുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. വിവാദ പരാമർശങ്ങളിൽ കുടുങ്ങി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പ്രസ്താവനകൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയെ പിന്തുണച്ച BJP സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ എന്നാൽ മൗനം പാലിക്കുകയാണ്. നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുൻപ് തിരുവനന്തപുരം കുന്നത്തുകാലിൽ നിന്നൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സെലീന അമ്മയുടെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹം വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ ഇൻക്വസ്റ്റിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് നെയ്യാറ്റിൻകര DYSP അറിയിച്ചു. ഇൻക്വസ്റ്റ് കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് പറയത്തക്ക രീതി ഒന്നും നമുക്ക് ഇപ്പോൾ പറയത്തക്ക രീതിയിലുള്ള ഒന്നും ഒരു കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം പറയാം. അല്ല, അങ്ങനെയല്ല. അത് പിന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയത്തക്ക രീതിയിലൊന്നും ഇല്ല. അല്ല, അത് മകന്റെ പരാതിയാണ്. അപ്പം മകൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പരോക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോടിയേരി ബാലകൃഷ്ണന്റെ വിടവ് നികത്താനായിട്ടില്ല. ജനകീയ മുഖമുള്ള മറ്റൊരു നേതാവിനെ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല. പിണറായി വിജയനെ അല്ലാതെ മറ്റൊരാളെ അധികാരമേൽപ്പിച്ചാൽ ഇടതുപക്ഷത്തിന്റെ തകർച്ച ആരംഭിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കോടിയേരി ബാലകൃഷ്ണനെ താരതമ്യപ്പെടുത്തിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരോക്ഷ വിമർശനം. കോടിയേരിയുടെ സൗമ്യഭാവവും പിണറായി വിജയന്റെ സംഘാടന മികവും പാർട്ടിക്ക് നൽകിയ കരുത്ത് അസാധാരണമായിരുന്നു. എന്നാൽ ഇന്നത് വേണ്ടത്രയുണ്ടോ എന്ന് സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും വിമർശനമുണ്ട്. സർക്കാരിന്റെ മേന്മകളെ നിഷ്പ്രഭമാക്കുന്ന പ്രവർത്തികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിലെ ഉദ്ദേശശുദ്ധി മുഖ്യമന്ത്രി മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പോരായ്മകൾ വിലയിരുത്തി തിരുത്തണമെന്നാണ് അപേക്ഷ. ഇടതുപക്ഷത്തിന് താങ്ങായും തണലായി നിൽക്കുന്നവരാണ് ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. UDFിലെ CMP നേതാവ് CP ജോൺ നടത്തിയ ഈഴവ അനുകൂല പരാമർശത്തെ പിന്തുണച്ചാണ് SNDP മുഖപത്രം യോഗനാഥത്തിലെ മുഖപ്രസംഗം തുടങ്ങുന്നത്. കോൺഗ്രസിനെയും BJPയെയും രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ച് പരിഭവമുണ്ട്. ഈഴവർക്ക് കോൺഗ്രസിലും BJPയിലും അവഗണനയാണ്. തമ്മിൽ ഭേദം CPIM ആണെങ്കിലും ഇടതുപക്ഷവും ചില പദവികളിലും സ്ഥാനമാനങ്ങളിലും ഈഴവരെ അവഗണിക്കുന്നു. ഇടതുപക്ഷവും അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിരാശ സൃഷ്ടിച്ചുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു. 24 ആലപ്പുഴ. മലപ്പുറം എളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ സമാനതകളില്ലാത്ത പീഡനം അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത്. ശാരീരികമായും മാനസികമായും ഭർത്താവ് പ്രഭിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. പ്രഭിനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. വിഷ്ണുജയെ പ്രഭിൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പോലും പ്രഭിൻ നിരീക്ഷിച്ചു. പീഡനം സഹിക്കവയ്യാതെ വിവാഹബന്ധം വേർപെടുത്തും എന്ന് പറഞ്ഞപ്പോൾ
പലരുമായും വിഷ്ണുജയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തുമെന്നും കുടുംബത്തെ അപമാനിക്കും എന്നുമാണ് പ്രഭിൻ പറഞ്ഞത്. എല്ലാം വിഷ്ണുജ പങ്കുവച്ചത് സുഹൃത്തിനോടായിരുന്നു. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഞാനത് പറഞ്ഞുണ്ടാക്കും. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രീതിയിൽ നിൻ്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു. ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്ണുജയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരാൻ അനുവദിച്ചില്ല. അച്ഛനോടും സുഹൃത്തുക്കളോടും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. ക്രൂരത മറ്റുള്ളവരോട് പറയുമോ എന്ന ഭയമായിരുന്നു പ്രഭിന്. അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. പ്രഭിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൈമാറി. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അന്വേഷണം. ഇതിനുശേഷമാകും പ്രഭിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തീരുമാനിക്കുക. 24 മലപ്പുറം. തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മാതാവ് ശ്രീധുവിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ്. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിലും വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയതിലും ശ്രീധുവിന് പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു. അതേസമയം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ശ്രീധുവിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുള്ള ശ്രീധുവിന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് മനസ്സിലാക്കിയത്. തട്ടിപ്പിന് സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ശ്രീധു ഒറ്റയ്ക്കല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സഹായികളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പരാതിക്കാരനായ ഷിജുവിനെ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് തയ്യാറാക്കിയത്. 10 പേരാണ് ശ്രീധുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. സാമ്പത്തിക കുറ്റകൃത്യത്തിന് റിമാൻഡിലുള്ള ശ്രീധുവിനെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. 24 തിരുവനന്തപുരം. ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളമാണ്. മഹാകുംഭമേളയിലെ അപകടം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇന്ന് രംഗത്തെത്തിയത്. അതേസമയം വഖഫ് JPC ബിൽ എന്ന സഭയിൽ അവതരിപ്പിച്ചില്ല. റിപ്പോർട്ടിനെതിരായ മുസ്ലിം ലീഗ് എംപിമാരുടെ ആരോപണം തള്ളുകയാണെന്ന് സമിതി അധ്യക്ഷൻ ജഗദംബിക പാൽ പറഞ്ഞു. ലോക്സഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ബഹളം തുടക്കത്തിൽ ഉണ്ടായെങ്കിലും സഭ നിർത്തിവെക്കുകയോ നന്ദി പ്രമേയ ചർച്ച തടസ്സപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, സഭാ നടപടികൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. വലിയ ബഹളം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇരു സഭകളിലും ഉണ്ടായി എങ്കിലും അത് സഭയുടെ നടപടികളെ യാതൊരു തരത്തിലും തടസ്സപ്പെടുത്തിയില്ല. അതിനിടെ ഈ ബഹളം ഉണ്ടായി ആദ്യഘട്ടത്തിൽ എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള BJP അംഗം രമേശ് ബിദുരിയാണ്. അദ്ദേഹം ഈ അവസരം കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാരിന് എതിരെ സംസാരിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഡൽഹിയിലെ സ്കൂളുകൾ അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദങ്ങൾ അദ്ദേഹം ഈ വളരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഡൽഹിയിലെ ഭൂരിഭാഗം സ്കൂളിലും ഇപ്പോഴും ആവശ്യത്തിന് അധ്യാപകരില്ല എന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ഡൽഹിയിലെ അഴിമതിയും അരവിന്ദ് കെജ്രിവാളിന്റെ വസതി മോടി പിടിപ്പിച്ചതുമെല്ലാം തന്നെ ഈ ചർച്ചയിൽ ഉന്നയിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. അതേസമയം ഇന്ന് ഇരു സഭകളും സമ്മേളിച്ച ഉടൻ തന്നെ മഹാകുംഭമേളയിലുണ്ടായ അപകടം അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. അത് ചർച്ചയ്ക്കായുള്ള നോട്ടീസുകളും
ഇരു സഭകളിലെയും അധ്യക്ഷന്മാർക്ക് നൽകിയിരുന്നെങ്കിലും രണ്ട് സഭകളിലും അത് ചർച്ചയ്ക്ക് എടുക്കാൻ അധ്യക്ഷന്മാർ തയ്യാറായില്ല. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും ഇക്കാര്യം പരാമർശിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്ത് വിഷയം ഉന്നയിക്കാമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. എന്നാൽ പ്രതിപക്ഷം ബഹളം തുടർന്നു. നടുത്തളത്തിൽ ഇറങ്ങി വരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചെങ്കിൽ പോലും സഭാ നടപടികൾ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സ്പീക്കർ. രാജ്യസഭയിലും സമാനമായി ഇത്തരത്തിൽ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് അധ്യക്ഷൻ ജഗ്ദീപ് ധങ്കർ വ്യക്തമാക്കി പ്രതിപക്ഷാംഗങ്ങളോട്. കൂടാതെ ചട്ടപ്രകാരമല്ല നോട്ടീസ് നൽകിയത് എന്നും അതുകൊണ്ട് ചർച്ചയ്ക്കെടുക്കാനാകില്ല എന്ന് അറിയിക്കുകയുമായിരുന്നു. രാജ്യസഭയിലും ഇപ്പോൾ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ ഇപ്പോൾ നടപടികൾ തുടരുകയാണ്. പ്രതിപക്ഷാംഗങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ചയിൽ ശരി ബൽറാം. അതേസമയം വഖഫ് JPC ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. റിപ്പോർട്ടിനെതിരെ മുസ്ലിം ലീഗ് എംപിമാർ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളുകയാണ് എന്നാണ് സമിതി അധ്യക്ഷൻ കൂടിയായ ജഗദംബിക പാൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. I completely rule out because government himself has proposed, Parliamentary Affairs Minister who is in charge of Minority Minister also, Mr. Kiran Rijiju has proposed on the time of the introduction of the bill, now this bill should be referred to the JPC. He has made a request to the Honorable Speaker, and it will, according to the Speaker, whenever I will get an opportunity on the agenda, I will certainly lay and just table on the floor of the House our report also. And now it is to Speaker Sahab, he will decide according to the Business Advisory Committee when the discussion will take place. വസന്ത പഞ്ചമി അമൃത സ്നാനത്തോടനുബന്ധിച്ച് മഹാകുംഭമേളയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, പിഴവ് രഹിത ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് അധികൃതർക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശന നിർദ്ദേശം നൽകി. കുംഭമേള വിഷയത്തിലെ പൊതു താൽപര്യ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെടാൻ വിസമ്മതിച്ചു. ജനുവരി 29 അമൃത സ്നാന ദിനത്തിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബസന്ത് പഞ്ചമി ദിനത്തിൽ നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും അമൃത സ്നാനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 3 മണി മുതൽ ലക്നൌവിലെ വസതിയിൽ ഇരുന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുകയാണ്. മഹാകുംഭ് പ്രദേശത്ത് കൂടുതൽ ബാരിക്കേഡുകളും കമ്പിവേലികളും നിരത്തി. ത്രിവേണി സംഗമത്തിലേക്ക് വൺ വേ ഏർപ്പെടുത്തി. അഗാഡുകളുടെ സ്നാനം പൂർത്തിയായ ശേഷമേ പൊതുജനങ്ങൾക്ക് ത്രിവേണി സംഗമത്തിൽ സ്നാനം അനുവദിക്കൂ. കുംഭമേളയിൽ ഇതുവരെ 35 കോടി തീർത്ഥാടകർ സ്നാനം നടത്തിയതായി അധികൃതർ അറിയിച്ചു. 24 ഡൽഹി. വിവാദ പരാമർശങ്ങളിൽ കുടുങ്ങി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനയെ പിന്തുണച്ച BJP സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മൗനം പാലിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. അപ്പൊ ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. കേരളം പിന്നാക്കമെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഉന്നത കുലജാതർ ആദിവാസി വിഭാഗത്തിന്റെ ചുമതലയിലെത്തിയാൽ ഉന്നമനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഈ പ്രസ്താവനകളാണ് കേന്ദ്രമന്ത്രിമാരെ കുരുക്കിലാക്കിയത്. സുരേഷ് ഗോപിയുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമെന്ന് മന്ത്രി P. രാജീവ്. അത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ്. എല്ലാവരെയും ഒരേപോലെ കാണേണ്ട, തെറ്റായ രൂപത്തിൽ കാണേണ്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാൾ, ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്ന ഒരാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേയറ്റം തെറ്റാണ്. രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രതികരണം അപക്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തേക്ക് കിട്ടുന്നത്? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയറല്ലേ നമ്മൾ ചോദിക്കുന്നത്? ഇവരുടെയൊക്കെ ധാരണ ഇവർ ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഔദാര്യമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ്. സുരേഷ് ഗോപിക്ക് മന്ത്രിയായതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇതുവരെ ഈ മന്ത്രിയായതിന്റെ ഹാങ് ഓവർ അദ്ദേഹത്തിന് മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും പഴയ ആ ചാതുർവർണ്ണയത്തിന്റെ ഒരു മാനസികാവസ്ഥ തന്നെയാണ് എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക. കേരളത്തിനെതിരായ ജോർജ് കുര്യന്റെ പ്രസ്താവനയ്ക്ക് സംരക്ഷണം നൽകിയ BJP സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ വ്യക്തത വരുത്തിയില്ല. അത് നല്ല ലളിതമായ ഭാഷയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞെന്നേയുള്ളൂ. ജോർജ് കുര്യൻ എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ചും കേരളത്തിൽ ഒരു വിശദമായ സംവാദം, ചർച്ച നടക്കണം. അപ്പോ ഇപ്പം വളരെ കൃത്യമായി ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിന് ഉത്തരവും പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു. ഇനി ഞാൻ പിന്നീട് അതിന് ശേഷം
ഇനി എന്താ ഞാൻ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അതിനെക്കുറിച്ചിട്ടുള്ള 24 ഡൽഹി. മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും ചോദ്യങ്ങളുമായി ഹൈക്കോടതി. മുനമ്പത്തേത് വഖഫ് വസ്തുവകയല്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷന് കണ്ടെത്താനാകുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ കമ്മീഷനെ നിയോഗിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കഴിഞ്ഞ തവണയും കോടതി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് സംസ്ഥാന സർക്കാർ കൊടുത്ത മറുപടി ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ അപ്രസക്തമാക്കുന്നതാണ് എന്ന വിമർശനമുണ്ടായിരുന്നു. കമ്മീഷൻ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി തീരുമാനമെടുത്തിട്ട് മതി ഇനി തുടർ നടപടികളെന്ന് കമ്മീഷൻ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നു. ഇന്നെന്താണ് സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് സർക്കാരിന് എന്തെങ്കിലും മറുപടി പറയാനുണ്ടായിരുന്നോ? വിജയകുമാർ, സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഇന്ന് കോടതിയിൽ നിന്നും പ്രധാനമായും വന്നത്. അതായത് ഒന്നാമത്തെ ഇങ്ങനെയായിരുന്നു: മുനമ്പത്തേത് വഖഫ് വസ്തുവകയല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷനെ കണ്ടെത്താനാകുമോ എന്ന് കോടതി ചോദിച്ചു. ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ കമ്മീഷനെ നിയോഗിക്കാനാകുമോ? ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ? കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ സാധുതയെന്ത്? ഇത്രയും ചോദ്യങ്ങൾ ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. സർക്കാർ നൽകിയ മറുപടി മുനമ്പത്തെ വഖഫ് വസ്തുവക സർക്കാരിന് ഏറ്റെടുക്കാം എന്നാണ് ഇന്ന് സർക്കാർ പറഞ്ഞത്. എമിനന്റ് ഡൊമൈൻ എന്ന നിലവിലുള്ള നടപടിക്രമത്തിലൂടെ അത് ചെയ്യാം. അതായത് പൊതു ആവശ്യത്തിന് വേണ്ടി ബലമായി ഏറ്റെടുക്കൽ എന്നാണ് ഈ എമിനന്റ് ഡൊമൈൻ എന്നതിനെ പറയുന്നത്. വഖഫ് ഭൂമി അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം പകരം ഭൂമി നൽകലാണ് ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നിപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി ഉടമസ്ഥതയ്ക്ക് മതിയായ രേഖകളുണ്ട് എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ എന്നും സർക്കാർ പറയുന്നുണ്ട്. നിയമപരമായ രേഖകളുള്ളവരുടെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. വഖഫ് സംരക്ഷണ വേദി അതിനെ എതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയും ഈ വാദം അവസാനിച്ചിട്ടില്ല. 2 മണിക്ക് വീണ്ടും ഇതിൽ വാദം പുനരാരംഭിക്കും. ആ ഘട്ടത്തിൽ കോടതി എന്തെങ്കിലും ഇടക്കാല ഉത്തരവിറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കോടതിയുടെ ചോദ്യങ്ങളും അല്ല, ഇതിൽ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് നിയമപരമായി അധികാരമുണ്ട് എന്ന് ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഈ വാദം നടക്കുന്നതിനിടെ ഉണ്ടായോ ശ്രീകാന്ത്? തീർച്ചയായും വിജയകുമാർ, അതായത് ഈ എമിനന്റ് ഡൊമൈൻ എന്ന ഒരു കാര്യം കോടതിയിൽ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അതായത് മുൻപും ഹൈക്കോടതികൾ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇട്ടിട്ടുണ്ട്. അതായത് പൊതു ആവശ്യത്തിന് വേണ്ടി ബലമായി ഭൂമി പിടിച്ചെടുക്കൽ, ഒടുവിൽ മറ്റെവിടെയെങ്കിലും ഭൂമി നൽകൽ, അത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിയമപരമായ രേഖകൾ ഉള്ളവരുടെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് സർക്കാർ പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഒടുവിലായി കോടതിയും അക്കാര്യം നിരീക്ഷിച്ചത്. എന്തായാലും അതിലൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ മാത്രമേ അതിനൊരു നിയമപരമായ സാധുത വരൂ. അത് ഒരു പക്ഷേ 2 മണിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 മണിക്ക് കേസ് ഇനിയും എടുക്കും. ഇതുവരെയും കേസ് വാദം അവസാനിച്ചിട്ടില്ല. യെസ്, മുനമ്പത്തെ വഖഫ് വസ്തുവക സർക്കാരിന് ഏറ്റെടുക്കാനാകുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് നിയമപരമായ അധികാരമുണ്ട് എന്ന് ഹൈക്കോടതിയും സൂചിപ്പിക്കുന്നു. ഇത് ഒരു ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി ഇന്ന് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്പസമയത്തിനകം കോടതി വീണ്ടും ഈ ഹർജികൾ പരിഗണനയ്ക്കെടുക്കുന്നുണ്ട്. വാദം തീർന്നിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ, അതിൽ ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടായാൽ ഈ കേസിൽ അത് വളരെ പ്രധാനപ്പെട്ടതുമായിരിക്കും. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 15-കാരൻ്റെ ആത്മഹത്യയിൽ മാതാപിതാക്കളിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് വിവരങ്ങൾ ശേഖരിച്ചു. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരും ഹിയറിംഗിൽ പങ്കെടുത്തു. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഇതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം തുടരുകയാണ്, പുരോഗമിക്കുകയാണ്. ഇന്ന് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. സ്കൂൾ അധികൃതർ ഉച്ചയ്ക്ക് ശേഷമാണോ ഹാജരാകുന്നത്? വിജയകുമാർ, റാഗിങ്ങിനെ തുടർന്ന് എറണാകുളം തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്രമായ അന്വേഷണത്തിലേക്കായിരുന്നു കടന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ കാക്കനാട് ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നേതൃത്വത്തിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ സ്കൂൾ അധികൃതർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തി കൃത്യമായി തന്നെ എന്തൊക്കെയാണ് തങ്ങൾക്ക് പറയാനുള്ളതെന്ന് വ്യക്തമാക്കിയിരുന്നു. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ CBSE സ്കൂളിലെ പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പൽ, ക്ലാസ് അധ്യാപിക, ഇവർ 3 പേരും കൂടി എത്തിയാണ്
ഇപ്പോൾ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. മാതാപിതാക്കളും അമ്മാവനും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അവർ പ്രധാനമായും ഉന്നയിച്ചത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആത്മഹത്യക്ക് ശേഷം മകന്റെ ചിത്രങ്ങൾ വരെ ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ വരെ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. ഇതിന് കൃത്യമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആവർത്തിക്കുകയാണ് മാതാപിതാക്കൾ. പക്ഷേ മാതാപിതാക്കൾ പ്രതികരിക്കുവാൻ തയ്യാറായില്ല. 2 ദിവസത്തിന് ശേഷം വിശദമായി തന്നെ എല്ലാ വിവരങ്ങളും അടങ്ങിയ രേഖകളുമായി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് മാതാപിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെ അവർ പോവുകയായിരുന്നു. ഇപ്പോൾ കുട്ടി നേരത്തെ പഠിച്ച സ്കൂളിലെ അധികൃതരുമായി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എസ് ഷാനവാസ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകും. അത് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് അകം തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ പൂർത്തിയാകും. വിജയകുമാർ. മാതാപിതാക്കളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് വിവരങ്ങൾ ശേഖരിച്ചു. വിശദമായ മൊഴി രേഖപ്പെടുത്തി എന്ന മട്ടിൽ അന്വേഷണം നടത്തുകയാണ്. ഒരു പക്ഷേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാധ്യമങ്ങളെ ഇന്ന് കണ്ടേക്കും. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എറണാകുളം വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസസ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 3ാം വർഷ BBA വിദ്യാർത്ഥിനി അനിറ്റ ബിനോയിയാണ് മരിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. കോളേജ് കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് ഗേറ്റിന് പുറത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. കർണാടക വിജയപുരയിലെ സർക്കാർ സ്കൂളിൽ അംബേദ്കറുടെയും ടിപ്പു സുൽത്താന്റെയും ചിത്രങ്ങൾക്ക് നേരെ അതിക്രമം. ചിത്രങ്ങൾ നശിപ്പിക്കുകയും ചെളി വാരി തേക്കുകയും ചെയ്തു. ടിപ്പുവിന്റെ ചിത്രത്തിന് താഴെ കന്നഡയിൽ ജയ് ശ്രീറാം എന്ന് എഴുതി. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ആരാണ് ഈ സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിൽ പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സ്കൂൾ തുറന്ന് കുട്ടികളും അധ്യാപകരും സ്കൂളിലേക്ക് വരുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെല്ലാം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നവോത്ഥാന നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ സ്കൂളിലൊക്കെ അത്തരത്തിൽ ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള 2 ചിത്രങ്ങളിലാണ് ഇങ്ങനെ ഇത്തരത്തിൽ ചെളി വാരി തേക്കുകയും അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അതിൽ ടിപ്പുവിൻ്റെ ചിത്രത്തിന് താഴെ കന്നഡയിൽ ജയ് ശ്രീറാം എന്നുകൂടി എഴുതി വച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനു മുമ്പും ഈ സ്കൂളിൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യവും അതിക്രമവും ഉണ്ടായിട്ടുണ്ട് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്കൂൾ പരിസരത്തൊന്നും ഈ CCTV ക്യാമറകളോ അത്തരത്തിൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന സാഹചര്യമോ എന്തായാലും ഇല്ല. പോലീസ് എന്തായാലും അന്വേഷണം ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ കണ്ടെത്തിയാൽ കർശന നടപടി, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. വിജയകുമാർ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. കലാരാജുവിനെതിരെ ഉണ്ടായ അക്രമം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ ആവശ്യം തള്ളിയതാണ് തർക്കത്തിനിടയാക്കിയത്. ചെയർപേഴ്സൺ ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ആരോപിച്ചു. ഞങ്ങളിവിടെ പ്രതിഷേധം നടത്തുന്ന സമയത്ത് ചെയർപേഴ്സൺ 1-2 അജണ്ട വായിച്ചു. അജണ്ട വായിച്ചാൽ എതിരഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വോട്ടിനിടണം. വോട്ടിനിട്ട് ഭൂരിപക്ഷ പ്രകാരമാണ് നഗരസഭയുടെ തീരുമാനമെടുക്കേണ്ടത്. അത് വോട്ടിനിടാതെ 2 അജണ്ട വായിച്ചതിന് ശേഷം 30 അജണ്ട ഒന്നിച്ച് പാസ്സായി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ ഞങ്ങൾ നഗരകാര്യ ഡയറക്ടർക്ക് പരാതി കൊടുക്കും. ഇന്നിവിടെ എടുത്ത ഒരു തീരുമാനവും നടപ്പാക്കാൻ പോകുന്നില്ല. യോഗത്തിൽ നിന്ന് പ്രതിപക്ഷത്തിനോടൊപ്പം LDF കൗൺസിലർ കലാരാജുവും ഇറങ്ങിപ്പോയി. കൗൺസിലർ സ്ഥാനത്ത് തുടരുമെന്നും UDF-ലേക്ക് പോകുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല എന്നും കലാരാജു വ്യക്തമാക്കി. കലയോട് അങ്ങനെ ചെയ്ത് തെറ്റാണെന്ന് ഇന്ന് വരെ ഒരു ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇല്ല, പാർട്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഉറപ്പായിട്ടും എനിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. നിയമത്തിന്റെ നടപടികളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും നിയമത്തിനെതിരായിട്ട് നിൽക്കില്ല. അപ്പൊ ആ രീതിക്ക് പോകും. അങ്ങനെ എന്താണോ അതിനനുസരിച്ച് പോകും. സഹകരിച്ചു പോകാൻ പ്രയാസമാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൂത്താട്ടുകുളത്തുനിന്ന്. വിഷ്ണു, ഈ ഇറങ്ങിപ്പോക്കിന് ശേഷം കോൺഗ്രസ് നേതാക്കളോടൊപ്പം മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവരോടൊപ്പം ചേർന്ന് കലാരാജു മാധ്യമങ്ങളെ കണ്ടല്ലോ. അപ്പോൾ കലാരാജുവിനെ സംരക്ഷിക്കും, അവരൊറ്റപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയത്. അപ്പോൾ കലാരാജു UDF-ലേക്ക് എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണല്ലോ ഇന്നത്തെ ആ കാഴ്ചകളാകെ വ്യക്തമാക്കുന്നത്, അല്ലേ?
വിജയകുമാർ, കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അറുതിയാകുന്നില്ല. ഇന്ന് അവസാനം നടന്ന കൗൺസിൽ യോഗത്തിലും അത് വളരെ ശക്തമായി പ്രതിഫലിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കലാരാജു മാത്യു കുഴൽനാടിനൊപ്പം വാർത്താ സമ്മേളനം നടത്തിയത് അന്ന് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം കൂത്താട്ടുകുളത്ത് താൻ UDF-ലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ UDF-നൊപ്പം അല്ല എന്ന് അവർ രാവിലെ പ്രതികരിച്ചിരുന്നു. പക്ഷേ UDF-മായി ബന്ധപ്പെട്ട് വിഷയത്തിലൂന്നി അവർക്ക് പിന്തുണ നൽകാൻ താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കലാരാജു പറയുന്നത്. കലാരാജുവിനെ UDF-ലേക്ക് ക്ഷണിക്കുന്നതായി മാത്യു കുഴൽനാടനും പറഞ്ഞു. പക്ഷേ നിലവിൽ അവർ UDF-ലേക്ക് പോവുകയാണെങ്കിൽ ഈ കൂറുമാറ്റ നിയമം അടക്കം വലിയ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റത്തിന് അവർ തയ്യാറാകില്ല. പ്രത്യേകിച്ച് ടൗൺ വാർഡിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ജയിച്ചു വന്ന ഒരു കൗൺസിലറാണ്. അതുകൊണ്ട് നിലവിൽ ആ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് UDF-ലേക്ക് പോയി വീണ്ടും മത്സരിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തില്ല. പക്ഷേ പിന്തുണയൊക്കെ UDF-നൊപ്പമാകും. CPM-ഉം അല്ലെങ്കിൽ LDF-ഉം അവരെ പുറത്താക്കാനുള്ള ഒരു നിലപാടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. തങ്ങൾക്കൊപ്പം കലാരാജു ഉണ്ട് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നായിരുന്നു അല്പസമയം മുമ്പ് LDF നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയത്. ഇനിയും കൂത്താട്ടുകുളത്ത് ഇത്തരം ഈ സംഭവങ്ങളുടെ ഒരു തുടർക്കഥ ഉണ്ടാകും. ഒരുപക്ഷെ ഉടൻ തന്നെ ഒരു അടിയന്തര പ്രമേയം അല്ലെങ്കിൽ ഒരു അവിശ്വാസം നിലവിൽ പ്രതിപക്ഷം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് 11-അംഗ ആൾബലമുണ്ട്. അതിൽ 2 പേർ കൂടി എത്തുന്നു, സ്വതന്ത്ര കൗൺസിലറും അതോടൊപ്പം തന്നെ കലാരാജുവും കൂടി എത്തുന്നു. അങ്ങനെ 13-അംഗ കൗൺസിലായി മാറുന്നു. അപ്പോൾ ഒരു അവിശ്വാസം കൊണ്ടുവന്നാൽ അവർക്ക് സ്വാഭാവികമായി നഗരസഭാ ഭരണമൊക്കെ പിടിക്കാനാകും. അപ്പോൾ അതിന്റെ വഴികളൊക്കെ നിലവിൽ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ മാത്രമാണ് കലാരാജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുകയുള്ളൂ. വിപ്പ് നൽകുകയും ആ വിപ്പ് ലംഘിച്ച് അവർ വോട്ട് ചെയ്താൽ മാത്രമേ അവരെ പുറത്താക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് LDF-ഉം എത്തുകയുള്ളൂ. അതുവരെ ഈ രാഷ്ട്രീയ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് LDF-ന്റെ ചെയർപേഴ്സണെതിരെ അതിരൂക്ഷമായ ഒരു മോശം പരാമർശം UDF കൗൺസിലർ ബോബൻ വർഗീസിന്റെ ഭാഗത്തുണ്ടായി. അതിലടക്കം പരാതി നൽകാനാണ് LDF-ന്റെ തീരുമാനം. ഒപ്പം ഈ കൗൺസിലർ, ഈ ചെയർപേഴ്സന്റെ വണ്ടിയാണ് കൗൺസിലർ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത്. ആ വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ആ വാഹനം എവിടെ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ ഇടതുപക്ഷ കൗൺസിലർമാരും ചെയർപേഴ്സണും തയ്യാറായിട്ടുമില്ല. വിജയകുമാർ. യെസ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൂത്താട്ടുകുളത്തെ നാടകങ്ങൾ അത് തുടരുകയാണ്. ഒരു പ്രതികരണം കൂടിയുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് കൗൺസിലർ കലാരാജുവിനെ തള്ളാതെ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്. കലാരാജു ഇപ്പോഴും CPM-നൊപ്പം എന്ന് വിശ്വസിക്കുന്നു. UDF കൗൺസിലർ ബോബൻ വർഗീസ് നടത്തിയത് സ്ത്രീവിരുദ്ധ പരാമർശമാണ്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചട്ടവിരുദ്ധമാണ് എന്നും സണ്ണി കുര്യാക്കോസ് പറഞ്ഞു. ഞങ്ങളുടെ 13 കൗൺസിലർമാർ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു, അത്രേ. ഞങ്ങൾക്കാരങ്ങനെ എന്തിന് ഞങ്ങൾ പറയുന്നു? ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആള് പുറത്തു പോകണമെന്ന് ഞങ്ങൾ എന്തിനാ പറയുന്നു? കലാരാജു പിന്തുണ തന്നിട്ടില്ല എന്ന് ഈ അവര് തന്നിട്ടുള്ള ഈ അടിയന്തര പ്രമേയത്തിൽ എവിടെയെങ്കിലും അവർ ഒപ്പിട്ടിട്ടുണ്ടോ? അടിയന്തര പ്രമേയത്തിൽ അല്ലെ ഇവിടെ കൗൺസിൽ അജണ്ട വായിച്ച് അവിടെ അംഗീകരിക്കുമ്പം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ചെയർപേഴ്സണോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പോരാട്ടച്ചൂടിൽ ഡൽഹി. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിനം നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്. മറ്റന്നാളാണ് 70 മണ്ഡലങ്ങളും ബൂത്തിലെത്തുന്നത്. ഡൽഹിയിലെ വാശിയേറിയ പ്രചരണത്തിന് കൊടിയിറക്കം ഇന്ന്. കൊട്ടിക്കലാശത്തിനൊരുങ്ങി രാഷ്ട്രീയ പാർട്ടികൾ. അവസാനഘട്ട പ്രചരണത്തിന് BJP-ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദയും. കോൺഗ്രസിന്റെ പ്രചരണത്തിന് കരുത്തുപകരാൻ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും. അരവിന്ദ് കെജ്രിവാളിനെ മുന്നിൽ നിർത്തി വോട്ടുറപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി. BJP പാർട്ടിയിൽ ചേരാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. BJP-ക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും കീഴടങ്ങിയെന്നും വിമർശനം. एक तरफ वोट देने से 25,000 रुपए महीने का फायदा है और दूसरी तरफ टोटल गुंडागर्दी है. इनके कई कैंडिडेट्स ऐसे हैं जो खुद माफिया हैं अपने अपने क्षेत्र के अंदर. अगर उनको वोट दे दिया तो एक तो देश का सबसे बड़ा गुंडा और उसके नीचे कई गुंडे, तो गुंडों का सरदार और सारे गुंडे मिलकर दिल्ली वालों का क्या हाल करेंगे. കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവും പ്രഖ്യാപനവും അനുകൂലമാകുമെന്ന വിശ്വാസത്തിലാണ് ഇക്കുറി BJP. മദ്യനയ അഴിമതിയും കെജ്രിവാളിന്റെ ആഡംബര ബംഗ്ലാവും അടക്കം കോൺഗ്രസും BJP-യും പ്രചരണായുധമാക്കുന്നുണ്ട്. गाड़ी भी ले ली, सिक्योरिटी भी ले ली और एक बंगलो भी ले लिया. फिर एक बंगलो से इनका पेट नहीं भरा, 4 बंगलो तोड़कर 50,000 गज का शीश महल बनाने का काम किया. शीश महल സൗജന്യങ്ങൾ നൽകി രണ്ടാമതും അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി സർക്കാരിന്
ഇക്കുറി അതേ തുറുപ്പുചീട്ടിൽ മറുപടി നൽകുകയാണ് കോൺഗ്രസ്. അധികാര തുടർച്ചയ്ക്ക് ആം ആദ്മി പാർട്ടി ശ്രമിക്കുമ്പോൾ അട്ടിമറിയാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ലക്ഷ്യം. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരിക്കൽ കൂടി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ ലോറികൾ തിരികെ നൽകാനാകില്ല എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കുകയാണ്. ലോറി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. ലോറികൾ ലേലം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, കനത്ത തീരുമാനമാണല്ലോ കോടതി എടുത്തിരിക്കുന്നത്. ഈ ലോറികൾ വിട്ടു നൽകില്ല എന്ന് തന്നെയല്ല, അത് ലേലം ചെയ്യണമെന്നുകൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ അല്ലേ? വിജയകുമാർ, കനത്ത ഒരു മറുപടി തന്നെയാണ്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനെയും കേരള സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടുകൂടി കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. മധുരൈ ബെഞ്ചിന് മുന്നിൽ ഇന്നൊരു ഹർജി വന്നിരുന്നു. ഒരു ലോറി ഉടമ ഷിബു നൽകിയ ഹർജിയാണ്. തന്റെ വാഹനം പിടിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ്. എന്നാൽ മദ്രാസ് ഹൈക്കോടതി ആ ഹർജിയിൽ അധിക വാദം പോലും കേൾക്കാൻ നിൽക്കാതെയാണ് ഈ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ലോറി ഒരു തരത്തിലും വിട്ടു നൽകാനാകില്ല, മാലിന്യം മറ്റൊരു സംസ്ഥാനത്തേക്ക് തള്ളുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്, അത്തരത്തിൽ മാലിന്യവുമായി വരുന്ന വണ്ടി ഒരു കാരണവശാലും തിരിച്ചു നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല, വാഹനം തിരിച്ചു നൽകാതിരിക്കുക മാത്രമല്ല, ഇത് ലേലം ചെയ്യണമെന്ന് കൂടി കടത്തി പറഞ്ഞിരിക്കുകയാണ് കോടതി. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഹോം സെക്രട്ടറിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും DGPക്കും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിക്കും കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തേക്ക് മാലിന്യവാഹനം വന്നാലും ഇത് ഉടനടി പിടിച്ചു വെക്കണമെന്നും ഒപ്പം ഈ വാഹനങ്ങൾ ലേലം ചെയ്യണമെന്നുമാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഒരു കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസം അടക്കം പാലക്കാട് നിന്ന് ഒരു മാലിന്യ വാഹനം ഇവിടെ തമിഴ്നാട്ടിലേക്ക് വന്നിരുന്നു. പല ജില്ലകളിലായി ഇപ്പോഴും ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ്. ഈ ഒരു തരത്തിൽ മാലിന്യ നിയന്ത്രണ ബോർഡ് കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ വരാനിരിക്കുന്ന കേസുകളിൽ ഈ ഹരിത ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കേസൊക്കെയും കേരളവും തമിഴ്നാടും തമ്മിൽ നടക്കുകയാണ്. ഇതിലും സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, ലോറികൾ തിരികെ നൽകില്ല എന്ന് തന്നെയല്ല, അതൊക്കെ ലേലം ചെയ്യണം എന്നുകൂടിയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. MV ജയരാജൻ വീണ്ടും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാവും. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയും MV നികേഷ് കുമാറും ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ADM K നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാഗ്രതക്കുറവുണ്ടായി എന്ന് മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അടൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ഒരു സംഘം യുവാക്കൾ വിദ്യാർത്ഥിയെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ച ശേഷം മർദ്ദിച്ചു എന്നാണ് പരാതി. അവശ നിലയിൽ വീട്ടിലെത്തിയ കുട്ടിയെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ കുട്ടിയോട് വളരെ ക്രൂരമായി പെരുമാറിയ ആ സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ സംഘത്തിലെ എല്ലാവരും ഇന്നലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിജയകുമാർ. അടൂരിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ക്രൂരമായ മർദ്ദനത്തിനിരയാതെന്ന പരാതിയാണ് ഏറ്റവും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഈ സംഭവം. ഇന്നലെ രാത്രി ഈ സംഭവം നടന്ന് കുട്ടിയെ പെട്ടെന്ന് തന്നെ അവശ നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ അടൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പോലീസിന് ഇൻറ്റിമേഷൻ വന്നു. പക്ഷേ പോലീസ് അധികൃതർ ആരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു ആക്ഷേപം പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ആ ഇൻറ്റിമേഷൻ വന്നതിനു ശേഷമാണ് പിന്നീട് 11 മണിയോടെ കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ സ്റ്റേഷനിലേക്ക് വന്ന് പരാതി എഴുതി നൽകുകയായിരുന്നു. എന്തായാലും വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയതിൽ കുട്ടിക്ക് കാര്യമായ രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സഹോദരൻ, കുട്ടിയുടെ സഹോദരനും ഒരു സ്കൂൾ വിദ്യാർത്ഥി തന്നെയാണ്. ഈ സഹോദരനുമായുള്ള ഒരു വൈരാഗ്യം ഈ പ്രതികൾക്ക്, യുവാക്കൾക്കുണ്ടായിരുന്നു. ഈ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഘം ഈ കുട്ടിയെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മദ്യം കുടിച്ചതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഡോക്ടറുമായി സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പരിശോധനകളൊന്നും തന്നെ പൂർത്തീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച, ഒരു കൃത്യവിലോപം
നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടും. കാരണം അങ്ങനെ ഒരു ഇൻറ്റിമേഷൻ വന്നുവെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അവിടെ നൽകിയിട്ടില്ല, എത്തിയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഈ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ പോലീസ് അല്പസമയത്തിനകം തന്നെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത്. പ്രതികളെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കേസെടുക്കും. ആ കുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം അതുകൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ശരി ശ്രീജിത്ത്, ആ പ്രതികരണത്തിലേക്ക് പോകാം. സഹോദരനോടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ മർദ്ദിച്ചത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പിതാവിന്റെ പ്രതികരണത്തിലേക്ക്. സ്കൂൾ തലത്തിൽ തന്നെ അത് ഒത്തീർപ്പാക്കി HMO ഒക്കെ ടീച്ചേഴ്സും എന്നുള്ള രീതിയിൽ അവനെ മൂത്തവനെ തിരക്കി വന്നതാ. മൂത്താള് പോലീസ് പരാതി കൊടുക്കും. പോലീസിൽ പരാതി നൽകും. പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസ് ജംഗ്ഷനിൽ റോഡരികിലെ വെള്ളക്കെട്ടിൽ ബൈക്ക് വീണ യുവാവിന് ദാരുണാന്ത്യം. എലത്തൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. സ്വിഗ്ഗി തൊഴിലാളിയാണ്. ബൈക്ക് നിയന്ത്രണം വിട്ട് കയത്തിൽ വീണു എന്നാണ് സൂചന. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. പ്രദേശത്ത് അപകടം സ്ഥിരമായി സംഭവിക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു. അപകട മേഖലയായിട്ട് മുന്നറിയിപ്പ് ബോർഡുകളോ ഡിവൈഡറുകളോ ബാരിക്കേഡോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന പരാതിയുമുണ്ട്. അതേസമയം ഉമ്മിളർത്തൂർ സ്വദേശിയുടെ രേഖകൾ സഞ്ജിത്തിന്റെ പേഴ്സിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മരിച്ചയാളെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇനി കായിക വാർത്തകൾ. ടാറ്റ സ്റ്റീൽസ് ചെസ് മാസ്റ്റേഴ്സ് കിരീടം പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യൻ താരങ്ങൾ മുഖാമുഖം വന്ന ഫൈനലിൽ ലോക ചാമ്പ്യൻ ഡി ഗുഹേഷിനെ ടൈ ബ്രേക്കറിൽ 2-1 തോൽപ്പിച്ചാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. ലോകത്തെ 14 മുൻനിര താരങ്ങൾ മാറ്റുരച്ച ടൂർണമെന്റിൽ 8 പോയിന്റ് വീതം നേടി ഗുഹേഷും പ്രജ്ഞാനന്ദയും ഒപ്പമെത്തിയതോടെയാണ് ടൈ ബ്രേക്കർ വേണ്ടി വന്നത്. ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ഈ ടൂർണമെന്റിൽ 19 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യക്കാരൻ ജേതാവാകുകയാണ്. 2006 വിശ്വനാഥൻ ആനന്ദാണ് ഇതിനു മുൻപ് ഈ കിരീടം നേടിയത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.